ഒരുവിധം എല്ലാ ഡോക്ടേഴ്സ് ചോദിക്കുന്ന ചോദ്യമാണ്, വയറ്റിൽ നിന്ന് പോകുന്നുണ്ടോ, വിശപ്പുണ്ടോ, ഉറക്കമുണ്ടോ, അതും നടുവേദനയും കഴുത്തുവേദനയും തമ്മിൽ എന്താ ബന്ധം? വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. അപ്പോൾ നമ്മുടെ വയറ്റിൽ നിന്ന് കറക്റ്റായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ശരിയാവാഞ്ഞത്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ചിത്രത്തിൽ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടോ? കറക്റ്റ് രീതിയിൽ ഭക്ഷണം ഡൈജസ്റ്റ് ആയില്ലെങ്കിൽ ശരീരത്തിന് ടോക്സിൻസ് പോവില്ല, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഗുഡ് ഹോർമോൺ അതായത് സെറോട്ടോണിൻ ഡെവലപ്പ് ആവില്ല. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ പല തരത്തിലുള്ള നമുക്ക് ഒരു അനുഭവം നമുക്ക് ഉണ്ടാവാറുണ്ട്. 6 ഫാക്ടർ എന്നാണ് പറയാം. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. കണ്ണിൽ നീര് വരിക, കാലുമ ഭയങ്കര നീര്, നടുവേദന, വയറ് ശരിയല്ല, ഇങ്ങനെ പല ഇഷ്യൂസും ഉണ്ടാവും. ഇതിൽ കാണുന്ന എല്ലാ ഭാഗത്തിനെയും നമ്മൾ എഫക്റ്റ് ചെയ്യും. നിങ്ങൾക്കറിയോ, ഇവിടെ എല്ലാം നീരും വേദനയൊക്കെ വന്നാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചിന്തിച്ചോളൂ, 6 ഫാക്ടർ അഥവാ റിയാക്റ്റീവ് ആർത്തറൈറ്റിസിൻ്റെ നല്ല ലക്ഷണം നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ വയറ്റിൽ നമ്മൾ കറക്റ്റായിട്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ലിവറിന് നന്നായിട്ട് ബാധിക്കും. ഗുഡ് ബാക്ടീരിയ നമ്മുടെ കുടലിലാണ് ഇരിക്കുന്നത്. ഒരു 70% ഇമ്മ്യൂൺ സെൽസ് കുടലിലാണ് താമസിക്കുന്നത്. അത് മൈക്രോബ്സും മറ്റുള്ള അസുഖത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള നല്ല ഇമ്മ്യൂൺ സെൽസ് വേണം. അതേമാതിരി തന്നെ നല്ല രീതിയിൽ മൂത്രം പോകണം. ഒരു ദിവസം 5-8 പ്രാവശ്യമെങ്കിലും മൂത്രം പോകണം. എന്നാലേ കിഡ്നി നല്ല രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വാട്ടർ സോൾട്ട് ബാലൻസ് കറക്റ്റായിട്ട് ഉണ്ടാവും. പിന്നെ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ജോയിൻറ്റ് റിപ്പയർ ആവുന്നത്. ജോയിൻറ്റ്സ്, കാർട്ടിലേജ് അല്ലെങ്കിൽ ലിഗമെൻറ്റും ടെൻഡനും ടയറായി ഈ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ഈ നീരും വേദനയും ഒക്കെ നമ്മൾ കുറച്ചും കൂടി മാറുന്നത് ആ സമയത്താണ്. ഇനി ഉറക്കം ശരിയായില്ലെങ്കിൽ ശാസ്ത്രപ്രകാരം അസ്ഥിധാതുവിന് ക്ഷതം സംഭവിക്കും. ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഞാൻ പലരോടും വയറ്റിൽ നിന്ന് പോകുന്നുണ്ടോ, ഉറക്കം ശരിയാണോ, ഭക്ഷണം സമയത്തിന് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്? ഇനിയും അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.